ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ഈദ് വ്ളോഗാണ് ചെയ്യുന്നത്. പെരുന്നാൾ ഡേയിലെ കുറച്ച് കാര്യങ്ങളും വ്ളോഗുകളൊക്കെയാണ്. നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, കുറച്ച് പ്ലാൻസ് ഇല്ല. എന്തെങ്കിലും അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടില്ല. കുറച്ച് പ്ലാൻസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇന്ന് രാവിലെ തന്നെ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതാണ് ഗൈസ്, പക്ഷെ പറ്റിയില്ല. ഞാൻ രാവിലെ എണിച്ച് അപ്പം തന്നെ ഞാൻ വേഗം അടുക്കളയ്ക്ക് ഓടി ബിരിയാണി ഉണ്ടാക്കാൻ പോവുക ചെയ്ത്. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇവർ പള്ളി പോയി വരുമ്പോഴത്തേനും നമുക്ക് റെഡിയായി നിൽക്കണം, എന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പോവാം. ഐഫോൺ ഇളാമാൻ്റെ വീട്ടിൽ ഐഫോൺ ഉണ്ട്, അവിടെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ ഇൻട്രോ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ രാവിലെ പിന്നെ ഇൻട്രോ ഒന്നും പറയാൻ നിന്നില്ല. വേഗം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പോയി. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, അതൊക്കെ കറക്റ്റായി. പിന്നെ നമസ്കാരം കഴിഞ്ഞു, ഫ്രഷായി, നമസ്കരിച്ച് പുതിയ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം. പെരുന്നാൾ ഡ്രസ്സ് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസ് എടുത്ത് ഇനി മേസോനെ കൊണ്ട് കുറച്ച് ഫോട്ടോസും കൂടി എടുത്ത് കഴിയുമ്പോഴേക്കും ഫോട്ടോസ് കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ടില്ല, ദം പൊട്ടിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ പായസം ഉണ്ടാക്കി, ഉമ്മ പായസം ഉണ്ടാക്കി. ബിരിയാണി കുറേയൊക്കെ ഞാനും ഉമ്മയും കൂടി എന്ന് പറയാം, ഒരു മുക്കാഭാഗമൊക്കെ ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ്. അതാണിപ്പോൾ ഒരു കറണ്ട് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഒന്നും കൂടിയില്ലേ, അതിൻ്റെ തലേ ദിവസം കൂടി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ നമുക്ക് ഓൾറെഡി അബ്രോഡിലൊക്കെ പെരുന്നാളായതുകൊണ്ട് തന്നെ നമുക്കറിയാം പെരുന്നാളാണ്. അപ്പം നമ്മളിവിടെ ഇളയമ്മാൻ്റെ വീട്ടിൽ പോയായിരുന്നു. പിന്നെ നല്ല രസമാണ്. എനിക്കിങ്ങനെ തലേ ദിവസം ഇങ്ങനെയൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ സന്ദർശിക്കാൻ പോകണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഫയർ വർക്ക് കണ്ടായിരുന്നു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഫയർ വർക്ക്. ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടുമില്ല, പക്ഷെ കാണുമ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് ആ ഒരു ഫയർ വർക്ക് എന്ന് പറയുന്നത്. നല്ല രസമാണ്. അതിന് കുറച്ച് മുമ്പ് ഫയർ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിക്ചറൈസ് ചെയ്യാനും പറ്റിയില്ല, അതുപോലെ തന്നെ കാണാനും നേരെ പറ്റില്ല, ജസ്റ്റ് ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അത് കിട്ടി, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായി അത് കണ്ടിട്ട്. പിന്നെ നമ്മൾ നോർമലി ഹാപ്പി ആയിട്ട് ആ ഒരു ഡേ എൻഡ് ചെയ്തിട്ട് മൈലാഞ്ചി ഇടാൻ പറ്റിയില്ല ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മേസൂനൊന്നും ഇടുന്നില്ലല്ലോ, അപ്പം പിന്നെ ഞാനും വിചാരിച്ചു ഞാനും ഇടണ്ട. അങ്ങനെ മൈലാഞ്ചി മാത്രം ഇട്ടില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ചെയ്തായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പേരിടാൻ വേണ്ടി തെയ്യോട്ടര കൊണ്ടുപോകണമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ പോയിട്ടില്ല. അപ്പം ഇന്ന് നമുക്ക് അങ്ങനെ ഒരു പ്ലാനുണ്ട്. നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് തെയ്യോട്ടര പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പേരിടാൻ നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മായിമ്മ ഇക്കാൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോകണം. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഞാൻ ഒരാഴ്ച ഏകദേശം നിൽക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം ഞാൻ പാക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പം അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലും കൂടി പോവുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ വരുന്നത്. പിന്നെ എൻ്റെ സിസ്റ്ററും ബ്രദറിലോ ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് എൻ്റെ വീട്ടിലും പോവാം. അങ്ങനെ കംപ്ലീറ്റുള്ള ഒരു വ്ളോഗാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് how the day begins and ends and how the day goes. Okay, so let's just get started into the video. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഇറങ്ങാൻ നിൽക്കുവാണ്. 3 മണിയായി കേട്ടോ. 3 മണിയായപ്പോഴാണ് ഇറങ്ങാൻ നിൽക്കുന്നത്. വോയിസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ലഗേജ്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ആൽബമാണ് കേട്ടോ. എൻ്റെ അനിയത്തിൻ്റെ കല്യാണ ആൽബമാണ്. ഇത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ലഗേജ്, ഒരു 4-5 ദിവസത്തെ ലഗേജ്. ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു മാസത്തേക്ക് പോകും പോലെ തോന്നുമായിരിക്കും, പക്ഷേ ഞാൻ 5 ദിവസത്തേക്കേ പോകുന്നുള്ളൂ. ഇതിൽ എൻ്റെയും കുട്ടിയുടെയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതാണ് പ്രോബ്ലം, ഞാൻ ആക്കി കഴിയുമ്പോൾ കുറേ ആവും. ആൻഡ് പിന്നെ ബേസിക് എസെൻഷ്യൽസ്, ടർക്കി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളൂ.
We are here in Deotichira. പേരിടണം, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ പേരിട്ടിട്ടുണ്ട്. ഞാനത് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു. എനിക്കറിയത്തില്ല കേട്ടോ ഷൂട്ട് ചെയ്യാൻ പാടുണ്ടോ ഇല്ലെന്നൊന്നും. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിന് നമ്മൾ നേരെ ഉമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, സോ ബൈ. ഹലോ, അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഞാനിത് കുറേ മുമ്പ് കാണിച്ചിട്ടുണ്ട് വീടൊക്കെ, അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ചെറുതായിട്ടുള്ള ഷോർട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലെത്തി. ഒരു 9:15 അപ്പോഴാണ് എത്തിയത്. ഓരൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കളയാതെ തിന്നട്ടില്ലേ? ഹലോ ഓൾ,
അപ്പം ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ എം ഗോണ എൻഡ് ദിസ് വീഡിയോ ഹിയർ. ഇന്ന് സത്യം പറഞ്ഞാൽ ഫുഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണി ഡേ ആയിരുന്നു. രാവിലെ ബിരിയാണി, ഉച്ചയ്ക്ക് രാവിലെ ഇഡ്ഡലി, ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി, അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും ബിരിയാണി ആയിരുന്നു. നോർമലി ഒരു ഈദ് ഡേ അങ്ങനെയാണ്. അപ്പം നമ്മൾ വെറൈറ്റിക്ക് എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കേക്ക് പിടിച്ചത്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി നോക്കി ഇങ്ങനെ തപ്പി നടന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഒരു കേക്ക് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് വാങ്ങിയത്. സോ ബെസ്റ്റ് ഡേ ആയിരുന്നു. നല്ല ഒരു ബെസ്റ്റ് ഈദ് ഡേ മെമ്മറീസാണ് ഇന്ന് ഉണ്ടായിരുന്നത്. നമ്മൾ എല്ലായിടത്തും പോയി ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെയൊക്കെ നല്ല ഹാപ്പിയാണ്. ഇന്നൊരു ഡേയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോ വീഡിയോയെക്കുറിച്ചുള്ള വീഡിയോയെക്കുറിച്ചുള്ള സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ കമൻസിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓൾ ഓപ്ഷൻ തന്നെ എനാബിൾ ചെയ്തിടാനും നോക്കാം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം, നെക്സ്റ്റ് ഡേയ്സിൽ കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ് ആൻഡ് ബൈ.